കൊല്ലം കുണ്ടറയിൽ വ്യാജയാചകൻ പിടിയിൽ. തിരുവനന്തപുരം പേഴുമൂട് പൂവച്ചിൽ ബിസ്മില്ല ഹൗസിൽ മുജീബാണ് പോലീസിന്റെ പിടിയിലായത്. ക്യാൻസർ രോഗിയാണെന്ന വ്യാജേന ഒരു തുണ്ട് ട്യൂബ് വായിൽ നിന്നും നെഞ്ചത്തേക്ക് ഒട്ടിച്ചുവെച്ചും വികലാംഗനാണെന്ന് തോന്നിപ്പിക്കും വിധം ഒരു കുഴപ്പവുമില്ലാത്ത കാലിന് മുകളിൽ പ്ലാസ്റ്റിക്കിന്റെ കാലിന്റെ ഷേപ്പുള്ള 2 പീസുകൾ സപ്പോർട്ടിനായി വെച്ചുകെട്ടിയും കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ ഇളമ്പള്ളൂർ മുസ്ലിം ജമാഅത്തിൽ തെറബിയ നിസ്കാരം കഴിഞ്ഞു വരുന്ന വിശ്വാസികളിൽ നിന്നും ആയിരക്കണക്കിന് രൂപ പിരിച്ച ശേഷം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കാലിന് ഒരു കുഴപ്പമില്ലാതെ നടക്കുകയും ട്യൂബ് വായിൽ നിന്നും ഇളക്കി കിടക്കുന്നതായും പള്ളിയിലെ ഉസ്താദ് കണ്ടതിനോടനുബന്ധിച്ച് പിരിഞ്ഞുപോയ വിശ്വാസികളെയും ഭാരവാഹികളെയും വിളിച്ചു വരുത്തി സംശയം പ്രകടിപ്പിക്കുകയും തുടർന്ന് പോലീസിനെ ഏൽപ്പിക്കുകയുമായിരുന്നു. സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻഡ്സ് ഫാക്ടറി. ഇത് ബന്ധപ്പെട്ട് എല്ലാവരും പോയ സമയത്ത് ഇവരെ ഒരു സംശയകരമായി കണ്ടപ്പോൾ ഇവനെ ചോദ്യം ചെയ്തപ്പോൾ വ്യാപകമായ ഒരു തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാക്കി. ആ ബോധ്യത്തിന്റെ പേരിൽ നമ്മൾ ഇളമ്പള്ളൂർ കുണ്ടറ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുകയും 1 മണിക്കൂറോളം ചോദ്യം ചെയ്തപ്പോൾ ഒരു വ്യാപകമായ ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി. കാരണം ഈ റംസാൻ മാസത്തിലൊരു പിരിവും കാര്യങ്ങളും ഇങ്ങനെ ഒരു സംവിധാനത്തിൽ മറ്റേ ഈ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് സഹായിക്കുക എന്നുള്ളതാണ് കരുണയുള്ളൊരു അത്തരത്തിലേക്ക് വരുന്നപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഒരു മറ്റുള്ള അർഹതയില്ലാത്തവൻ വന്ന് പിരിക്കുന്നത് കണ്ടപ്പോൾ നമ്മളൊക്കെ മാനസികമായി ഇവനെ കൃത്യമായി നിയമപരമായി ഇവനെ ചോദ്യം ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ആ നിയമപരമായി പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് ചോദ്യം ചെയ്തു. നമ്മളിപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ട്രഷറർ സാബുക്കായും ആയിട്ട് വന്നൊരു പരാതി കൊടുത്തു. പരാതി അടിസ്ഥാനം അവനെ പിടിക്കുകയും ചെയ്തു. പരാതി അത്തരത്തിലേക്കുള്ള വ്യാപകമായ ഒരു പിരിവ് കൊള്ളസംഘത്തിൽപ്പെട്ടവനാണെന്നാണ് തോന്നുന്നു. ഒരുപാട് കോണ്ടാക്ട് നമ്പരും 2 മൊബൈല്, പിന്നെ എല്ലാ സൗകര്യങ്ങളും ആധുനിക സൗകര്യം പോലെ വണ്ടിയിൽ എല്ലാ കെയറടിക്കുന്ന ഇത് തൊട്ട് പമ്പ് തൊട്ട് എല്ലാ ആധുനികമായി ഫോണ് എക്സെക്ട് എല്ലാ ഒരു പിരിവുകാരൻ എന്നുള്ള നിലയ്ക്ക് മറ്റ് സാധാരണ ഈ രാജ്യത്ത് പാവങ്ങള് ജീവിക്കാൻ ഉള്ളതുണ്ടല്ലോ കാരണം അത് ഒട്ടും തന്നെ ഇവരെ അർഹിക്കുന്നില്ല. കാരണം ഇവനൊരു കൊള്ളസംഘത്തിൽപ്പെട്ട ആളാന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഇവനൊരു ഒരുപാട് ഇവനെ വിളിച്ചപ്പോൾ തന്നെ പലരും വിളിക്കുകയും പലരും ഇവന് വേണ്ടി ബന്ധപ്പെടുകയൊക്കെ ചെയ്തവനെ അറിയാന്ന് പറയും. അവരൊക്കെ പിന്നെ നമ്മൾ ഫോൺ ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് ഇവന്റെ ട്യൂബ് ഇട്ടിരിക്കുന്ന കാരണം നമുക്കൊരു മാനസിക ഇത്. അപ്പൊ ഇവര് സൂക്ഷ്മം പരിശോധിച്ചപ്പോ കാലില് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, ഇത് പാഡ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ 2 തരത്തിലും കാലിലൊരു കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല. ഇവനൊരു ട്യൂബ് ഇട്ടിരിക്കുന്നു, വായിന്ന് ചോര വരുന്നു എന്ന് പറഞ്ഞു. ആ ട്യൂബ് ബഹുമാനപ്പെട്ട SI വലിച്ചെടുത്തപ്പോ അതിനകത്തൊന്നുമില്ല, ചുമ്മാതെ കടിച്ചു പിടിച്ചിരിക്കുന്ന ട്യൂബ്. അപ്പൊ അത്ര തരത്തിലേക്കുള്ള ഒരു ഇത് തട്ടിപ്പുകാരനെ കണ്ടപ്പോ നമുക്കത് നിയമപരത്തിന് കാണണം. കാര്യം ഈ വാക്യം നാളെ ഇത് ആവർത്തിക്കരുത്. സമൂഹത്തിൽ ഇത്തരത്തിലേക്കുള്ള പിരിവും ഇത്തരത്തിലേക്കുള്ള വഞ്ചന ശിക്ഷയും അത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോകണമെന്ന് അതിയായ ഒരു ഇത് തോന്നി. പോലീസ് വിശദമായ പരിശോധനയിൽ വായിൽ വച്ചിരിക്കുന്ന ട്യൂബ് തുണ്ടാണെന്നും ഇത് അഭിനയമാണെന്നും കാലിന് ഒരു കുഴപ്പവുമില്ലെന്നും തിരിച്ചറിഞ്ഞു. ഇയാളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ 10,000-ലേറെ രൂപയും ഗൂഗിൾ പേയിൽ 12,000-ഓളം രൂപയും ഉള്ളതായി കണ്ടെത്തി. ഗൂഗിൾ പേയിൽ 50 മുതൽ 2,000 രൂപ വരെ പലരും ഇട്ടതായും ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ കണ്ടു. ക്യാൻസർ പേഷ്യൻ്റായ എന്നെ സഹായിക്കണമേ, ഗൂഗിൾ പേ നമ്പർ, QR കോഡ് എന്നിവ എഴുതിയ ബോർഡ് നെഞ്ചത്ത് തൂക്കിയാണ് ഇയാൾ യാചന നടത്തിയത്. കാലപ്പഴക്കമില്ലാത്ത പുതിയ ബൈക്കിന് മുൻപിലും പിറകിലും ഞാൻ ക്യാൻസർ രോഗിയാണ്, എന്നെ ഉപദ്രവിക്കരുത് എന്ന സ്റ്റിക്കറും ഭിന്നശേഷിക്കാരുടെ ചിഹ്നവും പതിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വഴിയിൽ കാണുന്ന ചെക്കിങ്ങിലോ തിരക്കുകളിലോ ഒന്നും ഇയാളെ തടഞ്ഞു നിർത്താറില്ല എന്നും ഇയാൾ പറഞ്ഞു. മാത്രവുമല്ല, കഴിഞ്ഞ 2 ദിവസം മുൻപ് MVD പരിശോധിച്ചപ്പോൾ ഹെൽമെറ്റിന് പിഴ കൊടുക്കാതെയും ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും കാശിട്ട് 1000-ലധികം രൂപയുടെ പുതിയ ഹെൽമെറ്റ് വാങ്ങിക്കൊടുത്തതായി ഇയാൾ പോലീസിന് മൊഴി നൽകി. ക്യാൻസർ രോഗത്തിൻ്റെതായ ഡോക്ടറുടെ ഒരു കുറിപ്പുകളും ഇയാളുടെ കൈവശമില്ല. എന്നാൽ മുന്തിയ ഇനം 2 ആൻഡ്രോയിഡ് ഫോണുകളും ഹെഡ്സെറ്റ് മുതലായവ ഇയാളുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. ഫോണിൽ കണ്ട കോൺടാക്ട് നമ്പറുകളിൽ വിളിച്ചപ്പോൾ ഉടൻ തന്നെ അവരെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു. ഇത് പോലീസിൽ ദുരൂഹത വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഇയാൾ ഈ തൊഴിൽ ചെയ്തു വരുന്നതായി സമ്മതിച്ചിട്ടുണ്ട്. സ്വന്തമായി 4 ചക്ര വാഹനവും വീടും എല്ലാം ഉള്ളതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരത്തു നിന്നും ബന്ധുക്കളെത്തി ഇയാളെ അവരുടെ കൂടെ മാത്രമേ വിടുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് കേരളം, കൊല്ലം. സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻഡ്സ് ഫാക്ടറി, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, പനച്ചുവിള, അഞ്ചൽ. തെക്കൻ കേരളത്തിലെ ഏക ISO സർട്ടിഫൈഡ് ബ്ലൈൻഡ്സ് മാനുഫാക്ചറിംഗ് കമ്പനി. അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ബ്ലൈൻഡ്സ് കർട്ടനുകളും പുതുമയാർന്ന ക്ലോത്ത് കർട്ടനുകൾക്കും സിഗ്നേച്ചർ. മേക്ക് യുവർ ഹോം ആസ് യുണീക് ആസ് യുവർ സിഗ്നേച്ചർ. സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻഡ്സ് ഫാക്ടറി.